രീതിയിൽ പ്രത്യേകത ഉള്ള റിലീഫാണ്. മറ്റു സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ അരി അല്ലെങ്കിൽ കിറ്റ് നൽകുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ രണ്ടും കൂടി ഒരുമിച്ച് നടക്കും. വർഷങ്ങളായി ആ രൂപത്തിലാണ് ഇവിടെ നടക്കുന്നത്. അതോടുകൂടി ഇവിടെ ദുബായ് KMCCയുടെ ധനസഹായ വിതരണവും കൂടി ഉണ്ട്. അപ്പൊ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയാനുള്ളത്, വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിനരാത്രങ്ങളിൽ അതിന്റെ പീക്ക് ടൈമിലേക്കാണ് ഇപ്പോ നമ്മൾ പോകുന്നത്. ഇതിന്റെ പിന്നിൽ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്, വ്യക്തികളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്. KMCC പോലുള്ള എന്നും നമ്മുടെ അത്താണിയായി മാറുന്ന KMCCയുടെ പ്രിയപ്പെട്ട പ്രവർത്തകര് സ്വരൂപിച്ച് അയച്ച സംഖ്യകളുണ്ട്. അപ്പൊ അവരൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർക്കും ഇത് സഹായിച്ച ആളുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ ദിനരാത്രങ്ങളിൽ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ തന്നെ ഇത് ഈ ആളുകളിൽ സംഘടിപ്പിച്ച് ഇവിടെ ഈ പാക്ക് ആക്കി ഇത് പാവപ്പെട്ട ആളുകൾക്ക് എത്തിക്കുന്നതിനുള്ള വലിയൊരു എഫർട്ട് ഇതിന്റെ സംഘാടകർ ഭാരവാഹികൾ എടുക്കുന്നുണ്ട്. ഇത് അവർക്കും ഈ പരിപാടി ഇനിയും അടുത്ത വർഷം നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടി നിങ്ങൾ അവരെയും അവർക്കും ഒക്കെ മുസ്ലിം ലീഗിന്റെ പാർട്ടി നേതാക്കന്മാർക്കും ഒക്കെ വേണ്ടി ദുആ ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 3 വർഷങ്ങളായി ഈ പരിപാടികളൊക്കെ മുസ്ലിം ലീഗിന്റെ പരിപാടികളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് പുറത്ത് നടക്കുന്ന എല്ലാ പരിപാടികളും ബഹുമാന്യനായ നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മളോട് വിട പറഞ്ഞ അഭിവന്ദനായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള റിലീഫ് സെല്ലിലൂടെയാണ് ഇപ്പൊ ഈ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി ഇവിടെ ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോ ബഹുമാന്യനായ ശിഹാബ് തങ്ങളെ സ്മരിക്കാതെ നമുക്ക് ഈ ചടങ്ങ് നമുക്ക് തുടങ്ങാൻ കഴിയില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന് ജ്വലിക്കുന്ന ഓർമ്മ ഈ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും ഓരോ കുട്ടികളുടെയും മനസ്സിൽ ബഹുമാനായ തങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആരും സ്മരിക്കാതെ തന്നെ നമുക്കൊക്കെ നമ്മുടെ ഓരോ ചലനത്തിലും നമ്മൾ ഓരോ ദിനരാത്രങ്ങളിൽ നമ്മുടെ ഓരോ ചലനത്തിലും തങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ചടങ്ങുകളൊക്കെ ഇന്നൊക്കെ നമ്മുടെ ജില്ലയിലൊക്കെ നടക്കുന്ന ചടങ്ങുകൾ 100 കണക്കിന് ചടങ്ങുകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഇന്ന് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി നേരിട്ട് നടത്തുന്ന ഒരു ചടങ്ങെന്ന് നമ്മളെ തീരദേശ പ്രദേശങ്ങളിൽ നടക്കാണ്. നമ്മളെ കടലിനോട് അനുബന്ധിച്ച കടലോര പ്രദേശങ്ങളിൽ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി നേരിട്ട് 1 കോടി രൂപയുടെ ആശ്വാസ പദ്ധതികളാണ് ഇന്ന് തീരദേശങ്ങളിൽ നടപ്പാക്കുന്നത്. നമ്മളിവിടുത്തെ പോലല്ല, മഴ വന്നു കഴിഞ്ഞാല് കാലവർഷം ശക്തമായാൽ തീരപ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഒരു ദിവസം കടലിൽ പോയിട്ടില്ലെങ്കിൽ അന്ന്